പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് വലിയ മഴയൊന്നുമില്ലായിരുന്നു, നല്ല തെളിച്ചമായിരുന്നു, രാവിലെ മുതൽ വെയിലായിരുന്നു. അങ്ങനെ ഇന്നത്തെ ശനിയാഴ്ച കടന്നു പോകുന്നു. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NSSുമായിട്ട് ബന്ധപ്പെട്ടതാണ്. NSSിൽ നിന്ന് നമ്മുടെ മുൻ മന്ത്രിയും ബാലകൃഷ്ണപിള്ളയുടെ മകനുമായ ഗണേഷ് കുമാറിനെ അവിടുത്തെ ബോർഡിൽ നിന്ന് പുറത്താക്കിയതല്ല. സുകുമാരൻ നായർ കാലാവധി കഴിഞ്ഞ കൊണ്ട് പുള്ളി പുറത്തു പോയി. പുള്ളിയെ പിന്നെ തിരിച്ചെടുത്തില്ല. ഇതാണ് സുകുമാരൻ നായർ പറഞ്ഞത്. അത് കഴിഞ്ഞ് സുകുമാരൻ നായർ ഇന്ന് നമുക്കൊന്നും അറിയാൻ വയ്യാത്തൊരു കാര്യം അവിടുത്തെ സമ്മേളനത്തിൽ പറഞ്ഞു. മുഖ്യമന്ത്രിയോട് 2 തവണ ഒരു അപ്പോയിൻമെൻറ്റ് ചോദിച്ചു, അത് കിട്ടിയില്ല. അത് സുകുമാരൻ നായരുടെ വായിൽ നിന്ന് തന്നെ നമ്മൾ കേൾക്കുന്നത്. ഈ കൊടുത്താൽ കൊല്ലത്ത് കിട്ടും എന്നൊരു ചൊല്ലുണ്ട്. സാക്ഷാൽ ഉപരാഷ്ട്രപതി പെരുന്നേ വന്ന് മന്നം സമാധി സ്ഥലത്ത് വന്നപ്പം അവിടെ കയറ്റാൻ മടിച്ച പാർട്ടിയാണ് ഈ സുകുമാരൻ നായർ. അതുപോലെ എത്രയോ പേര്, സുരേഷ് ഗോപി, ശശി തരൂരിനെ ഒക്കെ എന്താ ഡൽഹി നായർ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച പാർട്ടിയാണ് ഈ സുകുമാരൻ നായർ. അപ്പോൾ ഇദ്ദേഹത്തിന് ആരെയും ആക്ഷേപിക്കാനൊന്നും ഒരു കുഴപ്പമില്ല. സതീശൻ ഏതായാലും വിളിച്ചു പറഞ്ഞില്ല. ഇയാളെന്നോട് ചോദിച്ച് ഞാൻ അപ്പോയിൻമെൻറ്റ് കൊടുത്തില്ലെന്നൊന്നും പുള്ളി മാനുന്നതനുസരിച്ച് പറഞ്ഞില്ല. ഇയാൾക്ക് നാണമില്ലാത്തതുകൊണ്ട് ഇയാളങ്ങ് വിളിച്ചു പറഞ്ഞു, ഞാൻ 2 തവണ ചോദിച്ചു, കിട്ടിയില്ലെന്ന്. ഈ 2 തവണ ഇയാൾ ചോദിക്കാനായിട്ടുള്ള കാര്യം 1 മാസമേ ആയുള്ളൂ ഈ ഒരു സർക്കാർ കയറിയിട്ട്. അപ്പോൾ ഈ അധികാരം അങ്ങോട്ട് കിട്ടിയപ്പോഴത്തേന്, അപ്പോൾ ഈ സതീശൻ മുഖ്യമന്ത്രിയാണെന്ന് ഒരിക്കലും ആഗ്രഹിച്ച ഒരു വ്യക്തിയല്ല ഈ സുകുമാരൻ നായർ. എങ്കിലും അധികാരം കിട്ടി 1 മാസത്തിനകം തന്നെ കാണാനായിട്ട് പുള്ളി അങ്ങ് ധൃതി വെക്കുക. ബാക്കിയുള്ളവരെ പുള്ളിയെ ജയിപ്പിച്ച് സതീശനെ ജയിക്കാനായിട്ട് സഹായിച്ചവരും മുഖ്യമന്ത്രിയായിട്ട് സഹായിച്ചവരും ഒക്കെ ഒന്ന് കണ്ട് ഒരുമാതിരിയൊക്കെ ആയിട്ട് ഇച്ചിരി ഒക്കെ ഒന്ന് പരുവപ്പെട്ടിട്ടൊക്കെ ഒന്ന് കണ്ടാൽ പോരെ. അത് കാരണം സതീശൻ പറഞ്ഞു കാണും, തൽക്കാലം ഇപ്പോൾ കാണണ്ടപ്പം ഞാൻ പറയാമെന്ന് പറഞ്ഞു കാണും. അതായിരിക്കും സംഭവം. ഏതായാലും വരുന്ന പോപ്പിന് കിട്ടേണ്ടത് കിട്ടി. അദ്ദേഹം മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്നത് പോലെ തന്നെ എന്നിട്ട് പുള്ളി തന്നെ ഇത് വിളിച്ചും പറഞ്ഞു. ഇതാണ് ഇതിനകത്ത് വിരോധാഭാസം. ഈ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞാൽ കറക്റ്റ് കാര്യമാണ്. ഇങ്ങേരെ ആൾക്കാരെ അധിക്ഷേപിക്കുന്ന പോലെ തന്നെയാണ് അങ്ങേർക്ക് ആക്ഷേപം. ഇപ്പോൾ ഇനി സതീശൻ്റെ വായിൽ നിന്നാണ് കേൾക്കേണ്ടത് ഇതിൻ്റെ മറുഭാഗം. അങ്ങനെ തന്നെ പറഞ്ഞു, ഞാൻ 2 തവണ ചോദിച്ചിട്ട് കിട്ടിയില്ലെന്ന്. ഏതായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ സംഭവം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ പ്രതിഫലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഗുഡ് നൈറ്റ്, ജയ് ഹിന്ദ്.